ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഏട്ടനെ കൂടി കിട്ടിയതുപോലെയാണ് ഗായത്രിക്ക് തോന്നിയത്. അവനെ അശോകേട്ടനെന്ന് വിളിച്ചു. ആഴ്ച അവസാനം അവർ വരുമ്പോൾ വീട്ടിൽ ഉത്സവമാണ്. പക്ഷേ ഗായത്രിയുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പരീക്ഷ അടുത്ത് വരികയാണ്. അതുകൊണ്ട് അവൾ ടേബിളെല്ലാം ഓണാക്കി വെച്ച് രാത്രി 1 മണി വരെ പഠിച്ചു. അവളുടെ മുറിലെ വെളിച്ചം ആരും കണ്ടില്ല. തണുത്ത വെള്ളമെടുക്കാൻ അടുക്കളയിലെത്തിയപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പാവമായി അഭിനയിക്കുന്ന, തൻ്റെ മുന്നിൽ ഏട്ടനായി അഭിനയിക്കുന്ന അശോകേട്ടനെ രമചേച്ചിയോടൊപ്പം അവൾ കണ്ടു. രമചേച്ചി ആ വീട്ടിലെ വേലക്കാരി എന്നതിലുപരി ആ വീട്ടിലെ ഒരു അംഗമാണെന്ന് പറയുന്നതാണ് ശരി. അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവർ പരിസരം മറന്നൊന്നാകുന്നത് അവൾ കണ്ടു. തിരിച്ചു നടക്കുമ്പോൾ അശോകേട്ടനുള്ള വെറുപ്പ് മനസ്സിൽ നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പാവം ചേച്ചി, ഇതറിഞ്ഞാൽ തകർന്നു പോകുമെന്ന് അവൾക്കറിയാം. അവൾക്ക് ഉറക്കം വന്നില്ല. അതിന് കാരണം അവൾ കണ്ട ദൃശ്യങ്ങളായിരുന്നു. ചേച്ചിയോട് പറയണോ? അതായിരുന്നു അവളുടെ കൺഫ്യൂഷൻ. വേണ്ട, ആദ്യം അശോകേട്ടനോട് സംസാരിക്കാം. എന്നെ ആവർത്തിച്ചാൽ ചേച്ചിയോട് പറയുമെന്ന് പറയാം. തെളിവ് തൻ്റെ കയ്യിലുണ്ടല്ലോ. അവൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു. അവൾ രാവിലെ പതിവ് പോലെ പത്രം വായിക്കുന്ന അശോകേട്ടനെയാണ് കണ്ടത്. അവളെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നെ മുഖംമൂടിയൊന്നും വേണ്ട, എല്ലാം ഞാൻ കണ്ടു, അവൾ പറഞ്ഞു. അവൻ്റെ ചിരി മാഞ്ഞു. തെളിവും എൻ്റെ കയ്യിലുണ്ട്. അവൾ മൊബൈൽ ഫോൺ അവർത്തി കാണിച്ചു. അവൻ മുഖം കുനിച്ചിരുന്നു. എന്നെ ആവർത്തിച്ചാൽ ഞാൻ ചേച്ചിയോട് പറയും, അവൾ പറഞ്ഞു. പിന്നെ അവൾ പോയത് അടുക്കളയിലേക്കാണ്. രമചേച്ചിയോടും അവൾ അത് തന്നെ പറഞ്ഞു. ചേച്ചി പേടിച്ചു പോയി. ചേച്ചി അവളുടെ കാലിൽ വീണു. അശോകൻ പിന്നാലെ വന്നതാണ്. പണത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സമ്മതിച്ചത്, രമചേച്ചി പറഞ്ഞു. രമചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. ചേച്ചി ഒരു പാവമാണ്. അവൾ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ്. അമ്മ നോക്കിയതിൽ കൂടുതൽ അവളെ നോക്കിയിട്ടുള്ളത് രമചേച്ചിയാണ്. അശോകേട്ടൻ്റെ വാഗ്ദാനങ്ങളിൽ പാവം വീണ് പോയതാണ്. അന്ന് രാത്രി ചേച്ചിയുടെ മുറിയിൽ നിന്ന് പതിവില്ലാത്ത ശബ്ദങ്ങൾ കേട്ടു. അവൾ കാതുകൂർപ്പിച്ചു. അശോകൻ തന്നെയുള്ള ദേഷ്യം തീർക്കുകയാണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. ചേച്ചിയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട്. പാതിരാത്രി കഴിഞ്ഞും അത് തുടർന്നു. രാവിലെ അവളെ കണ്ടപ്പോൾ അവൻ വികൃതമായി ചിരിച്ചു. ചേച്ചി എഴുന്നേറ്റിട്ടില്ല. അവൾ കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ചേച്ചി എഴുന്നേറ്റ് വന്നത്. ഇന്നലെ എന്തായിരുന്നു? കുസൃതിച്ചിരിയോടെ ഗായത്രി ചോദിച്ചു. ചേച്ചിയുടെ മുഖത്ത് ചിരിയൊന്നുമില്ല. പ്രശ്നം സീരിയസ് ആണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. എന്ത് പറ്റി ചേച്ചി? ഗായത്രി ചോദിച്ചു. ചേച്ചി ഒന്നും പറഞ്ഞില്ല. അശോകേട്ടൻ വില്ലനായി മാറുകയാണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് ചേച്ചിയുടെ ദൃശ്യങ്ങളായിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ സഹതാപത്തോടെ ചേച്ചിയെ നോക്കി. അവൾ അശോകൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്നോടുള്ള ദേഷ്യം ചേച്ചിയോട് തീർത്തുവല്ലേ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അവൻ പൊട്ടിച്ചിരിച്ചു. അതെൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട, അവൻ പറഞ്ഞു. എൻ്റെ ഒരു വീഡിയോ കാണിച്ചല്ലേ നീ എന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇനി അതങ്ങ് ഡിലീറ്റ് ചെയ്തേരെ, അല്ലെങ്കിൽ നിന്റെ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വൈറലാകും, കുസൃതിച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ പതറിപ്പോയി. പെട്ടെന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചില്ല. നിന്നെപ്പോലൊരു കിളുന്ത് പെണ്ണിൻ്റെ മുന്നിൽ തോൽക്കാൻ എന്നെ കിട്ടില്ല, അവൻ പറഞ്ഞു. അവൾ ഭയന്നു പോയി. അവൾ അവൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അത് മാത്രം പോരല്ലോ, അവൻ അവളുടെ ഫോൺ വാങ്ങി ഫോർമാറ്റ് ചെയ്തു. ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഒരു താക്കീത് പോലെ അവൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ടെൻഷനൊന്നുമില്ല. അശോകേട്ടൻ സോറി പറഞ്ഞടി, ഇന്നലെ ആരോ കൊടുത്ത മരുന്ന് കഴിച്ചതാണത്രേ, നാണത്തോടെ ചേച്ചി പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നീ എൻ്റെ മുറിലേക്ക് കാതുകൂർപ്പിച്ച് കിടക്കണ്ട. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഗായത്രി ചെവിക്ക് പിടിച്ചിട്ട് ചേച്ചി പറഞ്ഞു. ഗായത്രി ശരിക്കും ചമ്മിപ്പോയി. എല്ലാം ചേച്ചിയോട് തുറന്ന് പറഞ്ഞാലോ? വേണ്ട, എന്തിനാണ് ചേച്ചിയുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്? അന്ന് രാത്രി ശാന്തമായിരുന്നു. എങ്കിലും ഗായത്രിക്ക് ഉറക്കം വന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ പുറത്തൊരു കാൽപെരുമാറ്റം കേട്ടു. അത് അശോകൻ്റെ ആണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വാതിൽ തുറന്നു നോക്കി. അടുക്കളയിൽ വെളിച്ചമുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ അശോകേട്ടൻ രമചേച്ചിയെ കീഴടക്കുന്നത് അവൾ കണ്ടു. തിങ്കളാഴ്ച രാവിലെ അവർ മടങ്ങിപ്പോയി. ഇനി ഒരാഴ്ച അശോകേട്ടനെ പേടിക്കണ്ട, അതായിരുന്നു അവളുടെ സമാധാനം. രമചേച്ചിക്കും ഇപ്പോൾ അവളെ കാണുമ്പോൾ വലിയ കൂസലൊന്നുമില്ല. ഇനി തന്നെ പേടിക്കേണ്ടെന്ന് അശോകേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ തന്നെ എന്നേക്കുമായി ഒതുക്കാനുള്ള കരുക്കൽ അശോകൻ നീക്കുന്നുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. അതിന് അശോകൻ കരുവാക്കിയത് രമചേച്ചിയാണ്. അവൾ കുളിക്കാൻ കയറിയപ്പോൾ രമചേച്ചിയുടെ ചുണ്ടിലൊരു കുസൃതി ചിരി ഉണ്ടായിരുന്നു. അവൾ കുളി കഴിഞ്ഞ് പോയപ്പോൾ രമചേച്ചി അശോകനെ വിളിച്ചു. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. കോളേജിനടുത്താണ് ചേച്ചിയുടെ വീട്. ചില ദിവസം ചേച്ചി അവളെ വിളിക്കും. അവൾക്ക് അങ്ങോട്ട് പോകാൻ മടിയാണ്. അശോകനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. ചേച്ചി നിർബന്ധിച്ചാൽ പോകും. ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, നീ കൂടി വരണം, ചേച്ചി വിളിച്ചു. അവൾ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ചേച്ചി സമ്മതിച്ചില്ല. അവൾ അവിടെ എത്തിയപ്പോൾ ചേച്ചിയും അശോകനും ഒരുങ്ങി നിൽപ്പുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ വൈകി. അശോകൻ മനഃപൂർവ്വം വൈകിച്ചതാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്നിനി പോകണ്ട, ഓടിച്ചെന്നിട്ട് അവിടെ മലമറിക്കാനൊന്നും ഇല്ലല്ലോ, ചേച്ചി പറഞ്ഞു. അവൾ വാശി പിടിച്ചപ്പോൾ ചേച്ചി പിണക്കം ഭാവിച്ചു. എൻ്റെ പിന്നിൽ നിന്നും മാറാത്ത പെണ്ണാണ് നീ, ഇപ്പം എന്നെ വേണ്ടല്ലേ? ചേച്ചിയുടെ ചോദ്യം കേട്ടപ്പോൾ പിന്നെ അവളൊന്നും പറഞ്ഞില്ല. അവൾ ഉറക്കം വരാതെ കിടന്നു. വാതിലിൽ മുട്ട് കേട്ടപ്പോൾ അവൾ വാതിൽ തുറന്നു. അശോകേട്ടൻ. അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവൻ മൊബൈൽ ഓണാക്കി. അതിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് അവൾ ഞെട്ടിപ്പോയി. രമചേച്ചി തന്നെ ചതിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങളൊരു മൃഗമാണ്, വെറുപ്പോടെ അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ഒരു ശല്യം ഉണ്ടാക്കിയില്ലല്ലോ. നീയല്ലേ എൻ്റെ പിന്നാലെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങളുടെയൊക്കെ മുന്നിൽ നല്ലവനെ അഭിനയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നീ സമ്മതിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ നിൻ്റെ മുന്നിൽ നല്ലവനായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്കെന്നെ ശരിക്കും അറിയാമല്ലോ, വികൃതമായ ചിരിയോടെ അവൻ പറഞ്ഞു. ഇനി എനിക്കെതിരെ ഒരു വാക്ക് പോലും നീ ശബ്ദിക്കാൻ പാടില്ല. ശബ്ദിച്ചാൽ നിൻ്റെ അനാട്ടമി നാട്ടുകാർ മുഴുവൻ കാണും, അവൻ പറഞ്ഞു. അവൾ തലകുണിച്ച് നിന്നു.
എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയാണല്ലേ? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ എതിർപ്പുകളും അവൻ ആസ്വദിക്കുകയായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ മടങ്ങിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞ ശബ്ദം കേട്ടു. വർണ്ണ കടലാസ് പോലെ അവളുടെ വസ്ത്രങ്ങൾ അവളുടെ ചുറ്റും ചിതറിക്കിടപ്പുണ്ട്. ചേച്ചിയോടെല്ലാം തുറന്നു പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അവൾക്ക് അശോകനെ പേടിയായിരുന്നു. അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്കറിയാം. വെള്ളിയാഴ്ച വൈകുന്നേരം അശോകനും ചേച്ചിയും നാട്ടിലെത്തി. അശോകൻ സ്നേഹസമ്പന്നനായി മരുമകനായി അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നി. ഇനി അവരെ കൂടി ചതിക്കാൻ ബാക്കിയുള്ളൂ. അവളുടെ കണക്കൂട്ടിൽ തെറ്റിയില്ല. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. കുറച്ച് പണത്തിന് കുറവുണ്ട്. അശോകൻ അച്ഛനോട് പറയുന്നത് അവൾ കേട്ടു. അവൾ ഞെട്ടി. ഗായത്രിയുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പണം സൂക്ഷിച്ചിട്ടുണ്ട്, കുറച്ച് സ്വർണവും. അതല്ലാതെ ഈ വീട് മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ പറയുന്നത് അവൾ കേട്ടു. എന്നെ വിശ്വാസമില്ലേ? ഗായത്രി എൻ്റെ അനിയത്തിയല്ലേ? അവളുടെ കല്യാണം നടത്തേണ്ടത് എൻ്റെയും കൂടി ചുമതലയല്ലേ? അശോകൻ ചോദിക്കുന്നത് അവൾ കേട്ടു. ചേച്ചിയും അശോകനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു. ഗായത്രി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അവൻ ചതിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ചേച്ചി മയക്കത്തിലായി. അച്ഛൻ പണമെടുക്കാൻ ബാങ്കിൽ പോയി. അമ്മയും കൂടെയുണ്ട്. അക്കൗണ്ട് രണ്ടുപേരുടെയും കൂടി പേരിലാണ്. അശോകൻ അവളുടെ മുറിയിലേക്ക് വന്നു. നിൻ്റെ കല്യാണം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വികൃതമായ ചിരിയോടെ അവൻ പറഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേർക്കും ഭർത്താവായി ഞാൻ മാത്രം മതി. അവളെ കീഴടക്കുമ്പോൾ അവൻ പറഞ്ഞു. പുറത്തച്ഛൻ്റെ കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടു. അവൾ നിലവിളിയോടെ ചാടി എഴുന്നേറ്റു. അവളുടെ വസ്ത്രങ്ങൾ കട്ടിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അശോകൻ സ്തംഭിച്ച് നിന്നു. അച്ഛനും അമ്മയും അവളെ കണ്ട് ഞെട്ടിത്തിരിച്ച് നിന്നുപോയി. അവളുടെ നിലവിളി കേട്ട ചേച്ചിയും ഓടി വന്നു. ചേച്ചി അശോകനെയും അവളെയും മാറി മാറി നോക്കി. ചേച്ചി പെട്ടെന്ന് തുണിയെടുത്ത് അവളെ മറച്ചു. എന്നിട്ട് അശോകൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അവൻ അവളുടെ നേരെ തിരിഞ്ഞപ്പോൾ അച്ഛനും അവനെ നേരിട്ടു. അവനെ പിടിച്ചു നിൽക്കാനായില്ല. അവനോട് രക്ഷപ്പെട്ടു. ഗായത്രി എല്ലാം തുറന്നു പറഞ്ഞു. രമ്യ ചേച്ചി പിന്നിലൂടെ ഓടിപ്പോകുന്നത് ജനാലയിലൂടെ അവർ കണ്ടു. അശോകൻ്റെ മൊബൈൽ ഫോൺ ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്നു. അശോകൻ്റെ തനിനിറം മനസ്സിലായപ്പോൾ അച്ഛനും ചേച്ചിയും അമ്പരപ്പായിരുന്നു. ഗായത്രി എന്തുമാത്രം അനുഭവിച്ചുവെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. മുഖം മൂടി അണിഞ്ഞ ചെന്നായിയാണവനെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അച്ഛൻ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചി വീണ്ടും പഠിക്കാൻ തുടങ്ങി. ഇനിയൊരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും ചേച്ചിക്ക് സാധിക്കുന്നില്ല. ഗായത്രിയും അതേ അവസ്ഥയിലായിരുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ എന്ന സമാധാനത്തിലായിരുന്നു അച്ഛൻ. മക്കളുടെ മനസ്സ് മാറുന്നതും കാത്ത് അയാൾ മക്കൾക്ക് താങ്ങും തണലുമായി കൂടെ നിന്നു.